ജീവിതസാക്ഷ്യം. സമയം പാതിരാത്രി കഴിഞ്ഞു. സർവ്വചരാചരങ്ങളും കൂർക്കം വലിച്ചുറങ്ങുന്ന സമയം. കരണ്ടോ തെരുവ് വിളക്കുകളോ ഇല്ലാത്ത ഒരു മലയോര ഗ്രാമം. ആ കൂരാക്കൂരിരുട്ടിൽ ഉറക്കം വരാതെ പേടിച്ച് ശ്വാസമടക്കി പിടിച്ച് നിറവയറോടെ ഒരു 20കാരി കാറ്റത്താടിയുലയുന്ന കൊച്ചുകുടിലിൽ തൻ്റെ ഭർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു. ഇന്നേക്ക് 3 ദിവസമായി 9 മാസം ഗർഭിണിയായ അവളെ തനിച്ചാക്കി ആ നാട്ടിൽ നടന്ന ഒരാത്മഹത്യയുമായി ബന്ധപ്പെട്ട് അയാൾ പോയിട്ട്. സഹായത്തിനാരുമില്ലാതെ അവൾ സകല ദൈവങ്ങളെയും വിളിച്ച് കണ്ണീരൊഴുക്കി. കാറ്റിൽ ഒരില വീണാൽ അവൾ ഞെട്ടിവിറയ്ക്കും. തൻ്റെ നെഞ്ചിടിപ്പ് അവൾക്ക് നന്നായി കേൾക്കാമായിരുന്നു. തൻ്റെ പേടിയും ആകുലതയും മനസ്സിലാക്കിയിട്ടെന്നോണം ഉദരത്തിൽ കുഞ്ഞിൻ്റെ പ്രതികരണം. ഇടയ്ക്ക് മേൽവയറ്റിലേക്ക് കുതിച്ചുയരുന്ന കുഞ്ഞ് തന്നെ ഏറെ ശ്വാസം മുട്ടിച്ച് അതേ നില തുടരുന്നു. ഏറെ നേരം കഴിഞ്ഞിട്ടാണ് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നത്. പിന്നെ അവിടെ കിടന്ന് കൈകാലിട്ടടിക്കുകയായി. തൻ്റെ കുഞ്ഞിനും തനിക്കും ഈ രാത്രി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് അവൾ ഭയന്നു. 3 ദിനരാത്രങ്ങൾ. 3-ാം നാൾ രാത്രി 2 മണിക്ക് ശേഷമാണ് അയാൾ വീട്ടിലെത്തുന്നത്. അവൾ കണ്ണീരോടെ ഒരുപാട് സങ്കടങ്ങൾ അയാളോട് പറഞ്ഞു. ഇനിയും തന്നെ തനിച്ചാക്കി എങ്ങും പോകരുതേ എന്നപേക്ഷിച്ചു. എല്ലാം കേട്ടിരുന്ന അയാൾ ഒറ്റ മറുപടിയിൽ അവളുടെ വായടപ്പിച്ചു. ഒറ്റയ്ക്കിരുന്നിട്ട് മാനമിടിഞ്ഞ് വീണൊന്നുമില്ലല്ലോ. ഇതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. കിടന്നുറങ്ങാൻ നോക്ക്. അവൾ നിശബ്ദയായി കണ്ണീരൊഴുക്കി. അടുത്ത നിമിഷം തന്നെ അയാളുടെ കൂർക്കം വലിച്ചുള്ള ഉറക്കം അവൾ കണ്ടു. എത്ര പരിശ്രമിച്ചിട്ടും കരച്ചിലടക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. പുലർച്ചെ എപ്പോഴോ അവൾ അറിയാതെ മയങ്ങിപ്പോയി. കഥ തുടരും.